ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് പച്ചരി കൊണ്ട് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി നോക്കാം. അതിനായി ഞാനിവിടെ 1.5 കപ്പ് പച്ചരി ഒരു 4 മണിക്കൂർ വെള്ളത്തിലൊന്ന് കുതിർത്തിയതിന് ശേഷം നന്നായിട്ട് കഴുകിയിട്ട് വെള്ളമെല്ലാം ഒന്ന് മാറ്റിയെടുത്തിട്ടുള്ളതാണ്. അത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഇതൊന്ന് അരച്ചിട്ടെടുക്കണം. ഒട്ടും തരിയില്ലാതെ നന്നായിട്ട് ഇനി ഒന്ന് അരച്ചെടുക്കാം. ഇതിവിടെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുത്തത് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ മിക്സിയുടെ ജാറിലേക്ക് ചേർത്തിട്ട് അതും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ കൺസിസ്റ്റൻസിയിൽ വേണം ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട്. ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ചേർത്ത് കൊടുക്കുന്നത് തേങ്ങ ചിരകിയതാണ്. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇനി എല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് ഇനി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ലാസ്റ്റ് നമുക്ക് പലഹാരം ഒരു സോഫ്റ്റ്നെസ് കിട്ടാനായിട്ട് ഒരു 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് സോഡയല്ല, ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇനി ആ മാവിൻ്റെ എല്ലാ ഭാഗത്തും ആകത്തക്ക രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇതിപ്പോൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഉടനെ തന്നെ റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഉണ്ണിയപ്പ ചട്ടിയിലാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത്. അതിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 1 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ആ ഉണ്ണിയപ്പ ചട്ടിയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. ഉണ്ണിയപ്പച്ചട്ടിയിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ വെള്ളവും എണ്ണയുമായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഉണ്ണിയപ്പച്ചട്ടി സ്റ്റൗവിലേക്ക് വെച്ച് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് ഈ മിക്സ് അതിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലാ കുഴിയിലും ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്കിനി അതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഓരോ കുഴിയിലും 3/4 ഭാഗം വെച്ച് വേണം മാവ് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് എല്ലാ കുഴിയിലും ഒഴിച്ചതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചിട്ട് എടുക്കണം. ഇനി നമുക്കതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു 5 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇനി ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം. ഇതിപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. അടപ്പൊന്ന് തുറന്ന് നോക്കാം. ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. നല്ല ടേസ്റ്റിയും ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യാനും കൂടെ മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.